മണിമന്നുണ്ടല്ലോ അവിടെ. എന്തെങ്കിലും ഒപ്പിച്ചാ? ഞാൻ തോപ്പിക്കാൻ യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു പരാതിയിലാണ് അവരെ 3-4 മണിക്കൂർ സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയത്. ശേഷം മാപ്പ് എഴുതി വാങ്ങിച്ചു വിട്ടു. കേസെടുക്കാൻ പോലും ഒന്നും ഇല്ല എന്നായിരുന്നു. എന്നൊരു മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കേ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റവും അത് പുള്ളിക്കാരിയുടെ വേർഷൻ അല്ലേ. എൻ്റെ ഫോണിലേക്ക് എനിക്ക് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിനുത്തരം പറയാൻ അതിനുത്തരം പറയാൻ പുള്ളിക്കാരി ബാധ്യസ്ഥയായിരുന്നു. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല, ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഞാൻ ഡിസംബർ 10 വന്ന മെസ്സേജിന് ജനുവരി 21 വരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. ജനുവരി 22 ആണല്ലോ പരാതി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ. എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ളൊരു അവകാശമില്ലേ? പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. അത് ശരി. ഒരു സംഘടനയിലെ 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം അത് ഇതിലേക്ക് വലിച്ചയക്കുന്ന കാര്യമുണ്ടോ? നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത? എന്താണ്? സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. ഓ അതൊക്കെ അറിയാലേ. പിന്നെ അല്ലാണ്ട് സംഘടന ഇടപെടാനായിട്ട് ഇതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പരാതി കൊടുത്തിട്ടില്ല. കാരണം എനിക്കതിൽ പരാതിപ്പെടേണ്ട സ്ഥലമല്ല സംഘടന എന്നുള്ള വിവേക ബുദ്ധി എനിക്കുണ്ട്. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളുമില്ല. അതിൻ്റെ കാരണം പിന്നെ ഡിസംബർ 10 ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും ഡിസംബർ 14 തിരുവനന്തപുരത്ത് ഞാൻ ആ മോളെ കണ്ട സമയത്ത് ആ മോൾക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നീ ആള് കൊള്ളാലോടാവേ. അപ്പോഴും ഞാൻ ഇതിൻ്റെ കാര്യം ചോദിക്കണം, മോൻ എന്താ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, അതിൻ്റെ മറുപടി പറയൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്ന് പറയാമെന്ന് പറഞ്ഞു, പറഞ്ഞിട്ടില്ല. പല അവസരങ്ങളിൽ ഞാനത് ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞിട്ടില്ല. കുറച്ച് മോശമായിപ്പോയി. അപ്പോൾ എനിക്ക് ഇപ്പോഴും അതിന് മുൻപും അതിന് ശേഷവും ഒക്കെയുള്ള ചാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട വിധത്തിൽ ആ കുട്ടിയോ ഞാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല. ബെസ്റ്റ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.